പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഓഗസ്റ്റ് 9 നടക്കാനിരിക്കുന്ന ഇർസ മെഗാ അലുമിനിയം മീറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇർസയുടെ പ്രസിഡന്റായിട്ടുള്ള ഷാക്കിർ മുസയും അതുപോലെ തന്നെ സെക്രട്ടറി സുൽഫി മാഷു നമ്മോടൊപ്പമുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചറിയാം. കാരണം ഇർസ മെഗാ അലുമിനിയം മീറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബാച്ചുകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അധ്യാപകരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയൊരു മീറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ആകാംക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം. ആദ്യം നമുക്ക് അവരുടെ ബാച്ച് അറിയാം. ഷാക്കിർ ക, അസ്സലാമു അലൈക്കും. എന്താ വിശേഷമൊക്കെ? ഞാൻ 1992 ബാച്ചിലാണ് SSLC എഴുതുന്നത്. പിന്നെ ഇർസ എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ. ഏകദേശം 41 ബാച്ചുകൾ ഈ കാലയളവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1985 ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങുന്നത്. ഇടയ്ക്ക് കൂടുതലും അതുപോലെ ചില സംഗമങ്ങളൊക്കെ സംഘടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഒരു വലിയ മെഗാ അലുമിനിയം മീറ്റ് ആദ്യത്തേതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അസംഘടിതരായ ഒരുപാട് ആളുകൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട്. അവരൊക്കെ പലരും സ്ഥാപനത്തിന് പല രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെ എല്ലാവരെയും ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ മെഗാ അലുമിനിയം മീറ്റിന് ഞങ്ങൾ സംഘാടകരെ പ്രചോദിപ്പിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴേ ഇങ്ങനൊരു ആശയം വന്നു, ഇർസ മെഗാ അലുമിനിയം മീറ്റ് എന്ന്. ആ ആശയം എവിടെ നിന്നുണ്ടായി, എന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്ന് കൂടെ പറയാമോ? ഞാൻ സുൽഫി 1995 10ാം ക്ലാസ് ബാച്ചാണ്. ഇത് 10 വർഷം മുമ്പേ ഞാൻ സെക്രട്ടറിയും അനസ് പ്രസിഡന്റും ആയിട്ടുള്ള ഒരു അലുമിനിയം മീറ്റ് ഇവിടെ IRS വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കുറേ പഴയ നമ്മുടെ പൂർവ്വ അധ്യാപകരും ഇതിലിവിടെ പഠിച്ചു പോയ കുറേ ആളുകളൊക്കെ അന്ന് ഇവിടെ എത്തി. അത് ഏതാണ്ട് ഒരു 85% വിജയമായിരുന്നു. എന്തായാലും നമുക്ക് പഴയ 40 വർഷം മുമ്പുള്ള ആളുകളെ ഒന്നും കൂട്ടിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒരു 10 വർഷം മുമ്പുള്ള ആ ഒരു ലക്വാലിറ്റിയിൽ കിട്ടുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അന്ന് ഇവിടെ ഒത്തുകൂടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായത്. അതിന്റെ മുമ്പേ ആ ഒരു സമയത്താണ് നമ്മൾ ഇർസ എന്നുള്ള പേര് ഇതിന് ഇട്ടത്. നമ്മൾ ഈ മെഗാ അലുമിനിക്ക് ഈ IRSലെ അലുമിനിയുടെ പേര് ഇർസ എന്നുള്ള പേര് ഇട്ടത്. അന്നത്തെ നമ്മൾ എല്ലാവരും കൂടിയിരുന്ന ഒരു ഇതാണ്. കാരണം IRS എന്നുള്ള ഇത് വിടാനും പാടില്ല എന്ന ഒരു ഇത് കിട്ടും വേണം എന്ന രൂപത്തിൽ ഇട്ടതാണ്. അപ്പോൾ പല ബാച്ചുകളും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ IRSനെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ, IRS എന്നല്ല ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IRSനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണം ചെയ്യുന്ന സംവിധാനം. IRS എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങളൊക്കെ നോക്കുന്നതിനേക്കാളിലും ഈ സമൂഹത്തിൽ വ്യക്തിത്വമുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് IRSനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു സാമ്പത്തിക ലാഭത്തിന് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെ മുമ്പുള്ള IRS വലിയൊരു ഇതിലേക്ക് ചാടാത്തത്. ഇതിന്റെ നടത്തിപ്പുകാർ ഒരു സാമ്പത്തിക ലാഭത്തിനല്ല ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ആ പഴയ 40 വർഷം മുമ്പേ ഒരു റെസിഡൻഷ്യൽ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് IRS ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പഠിച്ച ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഷാക്കിർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ അന്ന് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പോൾ ആ ഗൃഹാതുരത്വം ആ ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പല കുട്ടികൾക്കും ഇവിടുന്ന് പഠിച്ച് പുറത്ത് ഇറങ്ങിയ പല ആളുകൾക്കും IRS എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മെഗാ അലുമിനിയം മീറ്റ് എല്ലാവരും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങി വെച്ചപ്പോൾ ആദ്യമായിട്ട് അതിനൊരു പ്രവർത്തന മേഖല ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയത്? സ്വാഭാവികമായിട്ടും ആദ്യം ഞങ്ങളെ അഭിമുഖീകരിച്ച പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിരുന്നു.
എന്ന് പറഞ്ഞാൽ സ്കൂളിലും സ്ഥാപനത്തിലൊക്കെ അവരുടെ ചില രേഖകളൊക്കെ ഉണ്ടെങ്കിലും അവർ പഴയ ക്ലാസ്സിൽ പഠിച്ചത് അല്ലാതെ അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നിലനിൽക്കാത്ത, അല്ലെങ്കിൽ പലരും പലയിടത്തൊക്കെ മാറിപ്പോയ ഈ ആളുകളെ ചേർത്ത് നിർത്താൻ പാകത്തിന് നല്ല ഒരു റിസപ്ഷൻ ടീമിനെ നമുക്ക് കിട്ടി എന്നാണ്. ഡോക്ടർ ഷെയ്ഫ ഒക്കെ പോലെയുള്ള ഗൾഫിലൊക്കെ ഇരുന്നിട്ട് അവർ വളരെ സാഹസമായി പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇത്രയും പൂർവ്വ വിദ്യാർത്ഥികൾ എന്താ പറയുക പല ബാച്ചുകളിലായിട്ട് ഒരു ബാച്ച് പോലും വിടാതെ അവരെല്ലാം നമ്മുടെ ഈ ഇതിലേക്ക് എന്ത് ചെയ്യാണ് കിട്ടി എന്നുള്ളത് അതൊരു വലിയ സന്തോഷമുള്ള സംഗതിയാണ്. നമുക്കൊരുപാട് ലക്ഷ്യങ്ങൾ ഇതിന് ശേഷമുണ്ട്. കാരണം ഈ പരന്നു കിടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, ഞാൻ ഇന്നാണ് അറിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകനായ ഹാജി സാഹിബിന്റെ മണ്ണാണത്. ഹാജി സാഹിബിന്റെ കയ്യിൽ കിടന്ന ഭൂമിയാണ്. ഇവിടെയാണ് എന്താ പറയുക വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കണം, പ്രത്യേകിച്ച് മൂല്യവത്തായ വിദ്യാഭ്യാസം കുട്ടികളിൽ ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു റെസിഡൻഷ്യൽ സ്ഥാപനമാണ് IRS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ 17 വയസ്സിലാണ് SSLC എഴുതുന്നത്. 15 വയസ്സിൽ എഴുതാവുന്ന ആളുകൾ ഉണ്ടായിരിക്കുക. അത് ഒഴിവാക്കി പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ വളരെ ശക്തമായ മൂല്യവത്തായ പഠനം ഉണ്ടാകണം, അതിനുവേണ്ടി 2 വർഷം പോയാലും കുഴപ്പമില്ല എന്ന നിലക്കാണ് 17 വയസ്സിൽ SSLC എഴുതുന്ന ഒരു കോഴ്സ് ഇതിനോട് കൂടി ചേർക്കുന്നത്. അപ്പോൾ ആ ആളുകൾ അവര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പരന്ന് പന്തലിച്ച് അവരുടെ പ്രവർത്തന മേഖലകൾ വ്യത്യസ്തമാണെങ്കിലും ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ ബിസിനസ്മാൻമാരുണ്ട്, അതുപോലെ മറ്റ് അധ്യാപകരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചപ്പോഴും IRS എന്ന് പറയുന്ന ഒരു വൈകാരിക പ്ലാറ്റ്ഫോം അവരെ ചേർത്ത് നിർത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു സംഗമത്തിന് മുതിരുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഗാ അലുമിനിയം മീറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. എന്താണ് നിങ്ങൾ കണ്ടിരിക്കുന്ന വിഷൻ? നമ്മുടെ IRS ഇപ്പോൾ +2 വരെയാണ് ഇപ്പോൾ ലെവൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം IRSനെ ഒരു കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ ഒക്കെ സംസാരിച്ച് അവരിതിന് കഴിവും പ്രാപ്തിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അവരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് വലിയൊരു സ്ഥാപനം. കാരണം ഇനി വരുന്ന അതായത് ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചു പോയ ആളുകളുടെ മക്കളാണ് ഏറെക്കുറെയൊക്കെ ഇവിടെ ചേർന്നിട്ടുള്ളത്. അത് വലിയൊരു സ്ഥാപനത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ മക്കൾ ഇവിടെ സ്ഥാപനത്തിൽ ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടുന്ന് കുറേ മൂല്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വന്തം മക്കളെ വീണ്ടും എൻ്റെ മോൻ ഇവിടെ തന്നെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ആ മക്കളെ വീണ്ടും ഇവിടെ ചേർക്കുന്നത്, ഇവിടുത്തെ മൂല്യം അറിഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ IRSനെ ഇപ്പം ഉള്ള ഒരു തലത്തിൽ നിന്നും ഒരു പടിയും കൂടി നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഈ വിദ്യാർത്ഥികളെ നമ്മൾക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ അവരോടൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പ്രവർത്തന മേഖലയിൽ റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ പല ആളുകൾക്കും ഇതുപോലെയുള്ള വർക്കുകളെ തരംതിരിച്ചു കൊടുത്തിരിക്കുകയാണോ? എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു ഇത്? ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ഓരോ ചെറിയ 15 ആളുകൾ ഉൾക്കൊള്ളുന്ന ടീമുകളാക്കി തിരിച്ചു. പബ്ലിസിറ്റി ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീം, റിസപ്ഷൻ ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീം, അതുപോലെ തന്നെ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ടീം, പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ടീം. ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വ്യത്യസ്ത പരിപാടികളിലൂടെ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഗാ അലുമിനി എന്ന് പറഞ്ഞ ഓഗസ്റ്റ് 9 നടക്കുന്ന ഒരു പരിപാടി മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഉഷാറായിട്ടുള്ള ഗൾഫ് സംഗമങ്ങളടക്കം നമ്മുടെ ഗൾഫിലുള്ള പ്രവർത്തകർ അവിടെ ഒത്തുകൂടിയിട്ട്
ഈ മെഗാ അലുമിനിക്ക് വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ സജീവമാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്ന നോമ്പുതുറ അടക്കമുള്ള പരിപാടികൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു, വളരെ സജീവമായിട്ട് തന്നെ. നേരത്തെ നമ്മളെ സെക്രട്ടറി സുൽഫി മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടി ഞാൻ ചേർത്ത് പറയണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹരി ഒരു വലിയ വിഷയമായിട്ട് ക്യാമ്പസുകളിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ സുംബ ഡാൻസൊക്കെ നടന്നാൽ ഈ ലഹരിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് കുട്ടികളെ മുക്താക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. IRSലൂടെ പഠിച്ചു വളർന്ന ആളുകളിലൊന്നും ഇത്തരം ദുശീലങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വളരെ സംശുദ്ധമായ ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ട് ലഹരിയോട് നോ പറയാൻ കഴിയുന്ന ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആളുകൾ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മുടെ കുട്ടികളും നമ്മൾ പഠിച്ചു പോയതുപോലെ ഇതുപോലെ ഇവിടുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാനൊക്കെ റെസിഡൻഷ്യൽ സ്വഭാവത്തിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാണ്. എവിടെയോ കുറച്ചു കാലങ്ങളായിട്ട് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് ആ ഹോസ്റ്റലൊക്കെ പഴയ ആ ഒരു ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് IRS എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ആറുണ്ട്, റെസിഡൻഷ്യൽ എന്നുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മഹത്തായ ലക്ഷ്യമാണ് അല്ലേ, നമുക്ക് നിന്നുപോയിട്ടുള്ള ഹോസ്റ്റലിനെ നമ്മൾ തിരിച്ചു പിടിക്കുക. ഇപ്പോൾ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, August 9th. ടിക് ടിക് ടിക്. എന്താണ്, ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ? പറഞ്ഞോളൂ. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, ഞാൻ സെക്രട്ടറിയും ഷാക്കിർ സാഹിബ് പ്രസിഡന്റും, ഞങ്ങൾക്ക് ഈ സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രവാസികളായ ഇതിൻ്റെ പൂർവ്വതകളുടെ ഒരു ക്രീമായിട്ടുള്ള ഇതിൻ്റെ ആളുകളുണ്ട്. അവരാണ് നമ്മുടെ ഡിസൈനും ഈ ഇപ്പോൾ അടുത്തിറങ്ങിയ പാട്ട് അതൊക്കെ ചെയ്യുന്ന. ഇപ്പോൾ പിന്നെ നമ്മുടെ പാട്ടിനനുസരിച്ചിട്ട് അവിടെ AI നമ്മളെ ക്രിയേറ്റ് ചെയ്ത് പഴയ ഹോസ്റ്റലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ പ്രവാസികളായ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പം ഞങ്ങൾക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അണിയറയിൽ പിന്നെ ചെയ്യുന്നത് അവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്യാന്ന് മാത്രമാണ്. അതന്നെ പ്രവാസികളാണ് ഈ മെഗാ അലുമിനി മീറ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. 9ലേക്ക് മാറ്റി പ്രവാസികൾക്ക് വേണ്ടി മാത്രം, അത് അവരുടെ ഒഴിവ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. അതെ 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 അതെ. അതാണ് ഏറ്റവും വലിയ നമ്മൾ അതാ ഷാഖിർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ IRSനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളെ മാതിരിക്കല്ല. 41 വർഷം പഴക്കമുള്ള സ്ഥാപനമാണ്. ആ 41 വർഷം പഴക്കമുള്ള സ്ഥാപനം ഇവിടുന്ന് പഠിച്ച് പുറത്തു പോയ ആളുകളെ കണ്ടെത്തി ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ സന്ദേശം എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവരെ നമ്പർ കിട്ടണം, അവരെ അഡ്രസ്സ് കിട്ടണം. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് റിസപ്ഷൻ ടീം നല്ലൊരു ഹാർഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഒഴിഞ്ഞുപോയ കുറെ കുട്ടികൾ ഒരു മാസം പഠിച്ച് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ പഠിച്ച് എന്ത് ചെയ്യാണ് 5ലോ അല്ലെങ്കിൽ 6ലോ അവരൊക്കെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ കുറച്ച് നേരത്തെ എന്ത് ചെയ്യാണ് ബനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനു മുമ്പുള്ളതാണ്. 1978ലോ 77ലോട്ടാണ് ബനാത്ത് അസ്തമിക്കുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ഗ്രാസ് റൂട്ടിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടുന്ന് IRSൽ ഇവിടെ വന്നിട്ട് ഒരു മാസമെങ്കിലും ഇവിടെ പിന്നെ പഠിച്ച് പുറത്തു പോയ ആ കുട്ടി പോലും ഈ സന്ദേശം, ഇവിടുത്തെ ഈ മെഗാ അലുമിനി മീറ്റിന്റെ വിവരം അറിയാതിരിക്കരുത് എന്നുള്ള നിർബന്ധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അത്രക്കും പിന്നെ എന്താ പറയാ ഇതിന്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അത്രക്കും ഹാർഡായിട്ട് ഇതിന്റെ വർക്ക് ചെയ്യുന്നത്. വളരെ സന്തോഷം. സുൽഫിക്കയും ഷാക്കിർക്കയും ഒക്കെ പറഞ്ഞതുപോലെ ഒരാൾ പോലും ഇവിടുന്ന് പഠിച്ചു പോയ ഒരാൾ പോലും അറിയാതിരിക്കരുത് August 9 നടക്കാനിരിക്കുന്ന ഇർസ മെഗാ അലുമിനി മീറ്റിനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുമെന്നറിയാം. എല്ലാവരും വരിക, നമ്മുടെ പരിപാടി ഉഷാറാക്കുക. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്.